പല കുട്ടികളും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ കുറച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ ഷോർട്ട് നോട്ട്സ് മാത്രം പഠിക്കും, അത് മാത്രം റിവൈസ് ചെയ്യും, എന്നിട്ട് പരീക്ഷ പോയി എഴുതും. ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അതെ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. മക്കളെ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ A+ അല്ലെങ്കിൽ മുഴുവൻ മാർക്കോ അല്ല അതിൻ്റെ അടുത്തൊക്കെ കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ബ്ലണ്ടർ ആയിരിക്കും. അത് ഷോർട്ട് നോട്ട്സ് മോശമായതുകൊണ്ടല്ല, ഷോർട്ട് നോട്ട്സിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷെ അത് വെച്ച് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങളൊരു വലിയൊരു ട്രാപ്പിൽ പെടാൻ പോവുകയാണ്. അപ്പം എങ്ങനെയാണ് സർ അപ്പോൾ ശരിക്കും പഠിക്കേണ്ടത്? അപ്പോൾ അതിനുള്ള കറക്റ്റ് മെത്തേഡ് പറഞ്ഞുതരാം. എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ A+ ലെവലിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ അതിന് ഫസ്റ്റ് നോട്ട്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്നത് ഒരു വലിയൊരു സമയം എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എന്തായാലും ടീച്ചർ ക്ലാസ്സിൽ നോട്ട്സ് തരാറുണ്ടെങ്കിൽ ആ നോട്ട്സ് അത്യാവശ്യം മോശമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ അതേ നോട്ട്സ് ഉപയോഗിച്ചാൽ മതി. ഇനി ആ നോട്ട്സ് നിങ്ങൾക്കില്ലെങ്കിൽ നന്നായിട്ട് നോട്ട് എഴുതുന്ന ആരുടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ അതൊക്കെ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. അതാണ് ഏറ്റവും ഈസി മെത്തേഡ്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് അയക്ഷ ബാച്ചിൽ പഠിക്കുന്നവരാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒക്കെ PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. പക്ഷേ കൂടുതലും ക്ലാസ്സിലെ ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ PDF ആക്കി വെക്കാം. നമ്മൾ പഴയ കാലത്തല്ല ജീവിക്കുന്നത്, അത് മൊത്തം വീണ്ടും വേറെ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. നന്നായിട്ട് പഠിക്കുന്നവർ വരെ ഞാൻ +1 +2 ടോപ്പേഴ്സൊക്കെ കേരള ടോപ്പേഴ്സിനെ എടുത്ത് അവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പോലും അവരൊന്നും എന്താണ് നോട്ട്ബുക്കിൽ വീണ്ടും നോട്ട് എഴുതുന്ന ഒരു പ്രാക്ടീസ് അവരും ഫോളോ ചെയ്യാറില്ല. അപ്പം നിങ്ങൾക്കത് അതില്ലാണ്ട് നോട്ട് സ്വന്തമായിട്ട് എഴുതിയാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളത് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, PDF ഫോളോ ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിലില്ലെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്, അവിടുന്ന് നോട്ട്സ്. അപ്പോൾ ആ നോട്ട്സ് അതേപോലെ തന്നെ എടുത്ത് ഉപയോഗിക്കുക. പക്ഷേ ആ നോട്ട്സ് എന്തായിരിക്കണം? അത് അത്യാവശ്യം ലെങ്തി നോട്ട്സ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള നോട്ട്സ് ആയിരിക്കണം. അല്ലാണ്ട് ജസ്റ്റ് ഒരു സാധനം അതിൻ്റെ ഡെഫിനിഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ ഡെഫിനിഷൻ, സെൽഫ് ഇൻഡക്ഷൻ അതിൻ്റെ ഡെഫിനിഷൻ, EMI അതിൻ്റെ ഡെഫിനിഷൻ, ട്രാൻസ്ഫോമർ അതിൻ്റെ ഡെഫിനിഷൻ, അങ്ങനത്തെ ഒരു നോട്ട്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടക്കം കവർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആയിരിക്കണം നമ്മുടെ നോട്ട്സ്. ഓക്കെ, ഇനി ഇതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലൈവ് ക്ലാസ്സസ് നമ്മൾ എടുക്കുന്നുണ്ട്. പാർട്ടായിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്ററും പോകുന്നത്. ആ ക്ലാസ്സിലെ നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. അതും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള നോട്ട്സാണ്. അപ്പോൾ ഈ ലെങ്തി ആയിട്ടുള്ള നോട്ട്സ് വെച്ച് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് മാത്രമായിട്ട് പഠിക്കാൻ പാടില്ല. അപ്പോൾ നോട്ട്സിൻ്റെ കാര്യം തീരുമാനമായല്ലോ. അപ്പോൾ ആ നോട്ട്സിൽ എന്തുണ്ടായിരിക്കണം? നോട്ട്സിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ചോദ്യങ്ങളടക്കം ആ നോട്ട്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, സാർ അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കണോ? ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കണം? മക്കളെ, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വർഷവും ചോദിക്കപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ ടെക്സ്റ്റ് ബുക്ക് അവിടുന്ന് എടുത്തുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്താണ് കൂടി വരികയാണ്. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് അധികം കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അല്ല ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രോമിനൻസ് കുറച്ചും കൂടി എന്താണ് കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ വേറൊരു വഴിയില്ല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പക്ഷേ എങ്ങനെയാണ് വായിക്കേണ്ടത്? അപ്പോൾ പലരും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഫിസിക്സ് SSLC ഫിസിക്സിൻ്റെ ഒരു ചെറിയ ഭാഗം എടുക്കാം. അപ്പം അതിൽ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടെങ്കിൽ പലരും വായിക്കുക എന്താണ്, ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് മാത്രം വായിക്കും. അപ്പോൾ ഇത് മാത്രം എന്ത് ചെയ്യും, വായിക്കും, അതിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിക്കും, സൂപ്പറായി പഠിക്കും. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വെറുതെ അല്ല, ഇത് വേറെ കുറേ ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒന്നും ഉത്തരം എന്താണ് ഫില്ല് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എന്തോ ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും ചെയ്യില്ല. അതായത് ഈ ഡെഫിനേഷൻ മാത്രം പഠിക്കും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ടെക്സ്റ്റ് ബുക്കിൽ വായിക്കും. ഇവിടെയാണ് പ്രശ്നം വരിക. കാരണം ഈ ഒരു സാധനം നിങ്ങളുടെ മെയിൻ നോട്ട്സിൽ ഓൾറെഡി ഉണ്ടാവും. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നേടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ വായിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചില്ല, നിങ്ങൾ മിസ് ഔട്ടായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ചോദ്യങ്ങൾ കൊടുക്കും, ഇൻ വിച്ച് സർക്യൂട്ട് ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പർ ഓൺ സോയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചോദ്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്യാനുള്ള ചോദ്യങ്ങളല്ലേ എന്ന് നിങ്ങൾ വിചാരിച്ച് തള്ളിക്കളയുന്ന ചോദ്യങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിന് ചോദ്യങ്ങൾ വന്നത്. അതുപോലെ ഇങ്ങനത്തെ പെട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവിടുന്ന് വരെ ഇപ്പോൾ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഡെഫിനേഷനെക്കാട്ടിലും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെക്കാട്ടിലും പിന്നെ നോട്ട്സിലുള്ള ചോദ്യങ്ങളെക്കാളും ടീച്ചർ തന്ന ചോദ്യങ്ങളെക്കാളും ഒക്കെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു തവണയെങ്കിലും യു ഷുഡ് ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക്
യു ഷുഡ് ഗോ ത്രൂ ഓൾ ചോദ്യങ്ങൾ ആൻഡ് ആൻസേഴ്സ്. അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. അറിയില്ലെങ്കിൽ ആരോട് ചോദിക്കാം. എക്സാമിനറിൻ്റെ ബാച്ചിലുള്ളവരാണ് ഡൗട്ട് ക്ലിയറൻസ് ലൈവിൽ വന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഈ പരിപാടി ചെയ്തിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം ഉറപ്പുവരുത്തും. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. അതുകൂടാതെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം ലെറ്റസ്റ്റ് സക്സസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അതിലെ ചോദ്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. ഓക്കെ, വീണ്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിലും എന്താണ് ലെറ്റസ്റ്റ് സക്സസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ അതിലെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒന്ന് എന്തായാലും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മൂന്നാമത് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരുടെ മൈൻഡ് സെറ്റ് ഈ ഷോർട്ട് നോട്ട്സ് കിട്ടുമ്പോഴത്തേക്കും ഇത് പഠിച്ചാൽ പരീക്ഷയിൽ മാർക്ക് കിട്ടും, ഇത് പഠിച്ചാൽ മതി അപ്പോൾ പരീക്ഷ മാർക്ക് കിട്ടും എന്നുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും, പക്ഷേ നിങ്ങൾക്ക് A+ കിട്ടില്ല, അത് ഉറപ്പാണ്. എങ്ങനത്തെ മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്? അതായത് ഒരു സാധനം പഠിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് SSLCയിലെ ഒരു ചാപ്റ്റർ പഠിക്കണം, അത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പഠിക്കണ്ട. എൻ്റെ നമ്മുടെ എല്ലാവരുടെയും ഗോൾ അത് തന്നെയായിരിക്കും, പരീക്ഷയിൽ മാർക്ക് കിട്ടണം, A+ അതൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ സംഭവം, ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ, ആ ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പഠിക്കുക. എന്താണ് അത് ശരിക്കും? അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുക, എന്താണ് സംഭവം, എനിക്കത് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? ഈ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, മറ്റേ കാര്യം ഇതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്തായിരിക്കും ഓരോ ചോദ്യത്തിൻ്റെ ആൻസർ? അപ്പോൾ ആ പഠിക്കാൻ വേണ്ടി പഠിക്കുക. ആ ഒരു മെൻറ്റാലിറ്റി ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവസാനം A+ കിട്ടും. ഒബ്വിയസ്ലി അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ പരീക്ഷയോട് അടുക്കുമ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളൊക്കെ കുറച്ച് മെല്ലെ നിർത്തി, കാരണം അതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് സംഭവം കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും, അതൊക്കെ മെല്ലെ നിർത്തി, വലിയ നോട്ട്സൊക്കെ മെല്ലെ നിർത്തി നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അല്ല ആരെങ്കിലും ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ അത് അവസാനം എക്സാം അടുക്കുമ്പോൾ ഉള്ള സമയമായിരിക്കും, റിവിഷന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഷോർട്ട് നോട്ട്സ് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ചാൽ വലിയൊരു ട്രാപ്പിലേക്കായിരിക്കും നിങ്ങൾ വീഴാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പലപ്പോഴായിട്ട് പല സ്റ്റുഡൻസും ചെയ്യുന്നത് കണ്ട് അവർ പിന്നീട് അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പരിപാടി, ഷോർട്ട് നോട്ട്സിൻ്റെ മാത്രം വെച്ചുള്ള പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു വലിയൊരു കുഴിയിലേക്കാണ് നിങ്ങൾ വീഴാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അടിപൊളിയായിട്ട് പഠിച്ചോളും എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഈ ഒരു അഡ്വൈസ് ഈ ഒരു വീഡിയോ അവർക്ക് കണ്ടാൽ നന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.